ഹായ് പാട്രിയറ്റ് എന്ന മൾട്ടി സ്റ്റാർ സിനിമ തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണം നേടി മുന്നോട്ടു പോകുന്നു. സിനിമയുടെ കളക്ഷൻ മികച്ച രീതിയിൽ വരുന്നുണ്ടോ, സിനിമ വിജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ കളക്ഷൻ താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ സിനിമ വിജയമാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്തത്. ഇന്ന് സിനിമയുടെ 3ാമത്തെ ദിവസം, ഇന്ന് ഞായറാഴ്ച. ഈ 3 ദിവസവും സിനിമയ്ക്ക് ഭേദപ്പെട്ട കളക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. സാധാരണ ഒരു സിനിമയായിരുന്നു എങ്കിൽ മികച്ച കളക്ഷൻ എന്ന് പറയാം. പക്ഷെ ഇത് വലിയൊരു സിനിമയാണ്. 140 കോടി ബഡ്ജറ്റുള്ള ഒരു സിനിമയാണ്. ഫസ്റ്റ് 28 കോടി 5 ലക്ഷം നേടിയെന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. അതിൽ 20 കോടിക്ക് മുകളിലും റിലീസിന് മുൻപേ വന്ന ബുക്കിംഗ് കളക്ഷനാണ്. തീർച്ചയായും 28 കോടി എന്ന് പറയുന്നത് വലിയൊരു കളക്ഷനാണ്. പക്ഷെ ഈ വലിയ ബഡ്ജറ്റ് സിനിമയ്ക്ക് അതൊരു വലിയ കളക്ഷനായി കൂട്ടാൻ സാധിക്കില്ല. മിക്സഡ് റെസ്പോൺസ് വന്നതുകൊണ്ടാണ് സിനിമയുടെ കളക്ഷൻ താഴേക്ക് പോയത്. തീർച്ചയായും പോസിറ്റീവ് വന്നിരുന്നുവെങ്കിൽ മിനിമം 40 കോടിയോളമെങ്കിലും സിനിമയ്ക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുമായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ. 2ാം ദിവസം ശനിയാഴ്ചയായിരുന്നു. സാധാരണഗതിയിൽ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വന്ന കളക്ഷനേക്കാളും കൂടുതൽ ശനിയാഴ്ച വരേണ്ടതാണ്. പക്ഷെ ഈ സിനിമയുടെ കളക്ഷൻ താഴേക്കാണ് പോയിരിക്കുന്നത്. വെള്ളിയാഴ്ച എത്ര കളക്ഷൻ വന്നോ അതിനേക്കാളും 10 കോടിയോളം രൂപ താഴേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 8 കോടി 50 ലക്ഷം വന്ന സിനിമ 2ാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച 5 കോടി 40 ലക്ഷമായി കുറഞ്ഞു. അതുപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും കളക്ഷൻ ഇടിവുണ്ടായിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ഏറ്റവും വലിയ കളക്ഷൻ വരേണ്ട ദിവസമാണ്. പക്ഷെ ഇന്നലത്തതിനേക്കാളും വലിയ കുറവാണ് കാണിക്കുന്നത് ബുക്കിങ്ങിലൂടെ. അതായത് ഇന്ന് 5 കോടി പോലും കേരള ബോക്സ് ഓഫീസിൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 3 ദിവസം കൊണ്ട്, അതായത് ഇന്നത്തോടു കൂടി സിനിമ 60 കോടിയിലെത്തും എന്നത് ഏകദേശം ഉറപ്പാണ്. പക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ അത് വളരെ ശോകമാണ്. ബുക്കിംഗ് കളക്ഷൻ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. സിനിമയുടെ ഓരോ ദിവസവും ബുക്കിംഗ് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല നാളെ മുതൽ സിനിമയ്ക്ക് വലിയ കളക്ഷൻ വരും എന്ന്. അതായത് കേരള ബോക്സ് ഓഫീസിലായാലും ശരി, റെസ്റ്റ് ഓഫ് ഇന്ത്യയിലായാലും ശരി, അതുപോലെ വിദേശ രാജ്യങ്ങളിലായാലും ശരി, സിനിമയുടെ കളക്ഷൻ വലിയ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായി അവധിയായതുകൊണ്ട് തന്നെ ഒരു ആവറേജ് കളക്ഷനിൽ മുന്നോട്ട് പോകും. പക്ഷെ ഒരു വലിയ കളക്ഷനിലേക്ക് സിനിമ എത്തില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. 100 കോടി നേടുമോ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. തീർച്ചയായും 100 കോടിയൊക്കെ നേടാൻ സാധ്യതയുണ്ട്. ഈ സിനിമ ഒരിക്കലും ഒരു മോശം സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമയുടെ കണ്ടന്റ് മികച്ചതാണ്. അതായത് കഥാപരമായിട്ട് സിനിമ മികച്ചതാണ്. പക്ഷെ സിനിമയെ സമീപിച്ച രീതി, ആ സിനിമയെടുത്ത രീതിയാണ് അവിടെ മോശമായി പോയത്. ഇവിടെ മിസ്റ്റേക്ക് പറ്റിയത് മഹേഷ് നാരായണന് തന്നെയാണ്. കഥയാണ് വലുത് എന്ന് പറഞ്ഞ് താരങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഇരുന്നത് തന്നെയാണ് ഈ സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പോരായ്മ. തീർച്ചയായും ഒരു സിനിമ ചെയ്യുമ്പോൾ, ഇത്രയും ബഡ്ജറ്റുള്ള ഒരു സിനിമ ചെയ്യുമ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗം കൂടി ഇതിന്റെ സംവിധായകൻ കാണണമായിരുന്നു. ഇത്രയും വലിയ താരങ്ങൾ ഉണ്ടായിട്ടും അവരെ യൂസ് ചെയ്യാതെ ഒരു സാധാരണ താരങ്ങളെ പോലെ ആക്കി വെച്ചത് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പരാജയമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കഥാപരമായിട്ട് മികച്ചതാണ്, അതിൽ ഒരു തർക്കവുമില്ല. പക്ഷെ ആ കഥയെ എടുത്ത രീതി തുടക്ക സമയത്ത് മികച്ചതായി എന്നെനിക്ക് തോന്നി. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഉൾപ്പെടെ പലതും മികച്ചതായി എന്നെനിക്ക് തോന്നി. ഇന്റർവെല്ലിന് ശേഷം വളരെ മോശമായിട്ടാണ് ഓരോ രംഗവും വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്റർവെല്ല് വരെ വളരെ മികച്ചതായി തോന്നിയ മമ്മൂട്ടിയെ വളരെ ശോകമായിട്ടാണ് ഇന്റർവെല്ലിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചത്. വയ്യാത്തൊരവസ്ഥ. ഓരോ സീനിലും പുള്ളി ഓരോ സൈഡിൽ കിടക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് മമ്മൂട്ടിയെ ഇന്റർവെല്ലിന് ശേഷം അവതരിപ്പിച്ചത്. മലയാളത്തിന്റെ ഏറ്റവും വലിയ താരമായിട്ടുള്ള മോഹൻലാലിനെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ മഹേഷ് നാരായണനായില്ല എന്നുള്ളതും എടുത്തു പറയും. മികച്ച ക്യാരക്ടറാണ് മോഹൻലാലിന്റെ, അതിലൊരു തർക്കവുമില്ല. പക്ഷെ അതിനെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ മഹേഷ് നാരായണനായില്ല. അങ്ങനെ അവതരിപ്പിച്ചിരുന്നു എങ്കിൽ ഇപ്പോ ഈ കളക്ഷൻ, അതായത് 3 ദിവസം കൊണ്ട് 60 കോടി എന്നുള്ള കളക്ഷൻ അത് 100 കോടിയായി മാറിയാനെ. അത് ഇപ്പോ അവർക്ക് മനസ്സിലായി കാണും. എന്തായാലും കഥാപരമായി സിനിമ മികച്ചതാണ്. പക്ഷെ അത് എടുത്തു വെച്ച രീതി മികച്ചതായില്ല എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.